നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. ഓങ്ങല്ലൂരിൽ LDFിലെ PP വിജയൻ പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം. ചേലക്കരയിൽ UDFിന് അട്ടിമറി ജയം. സസ്പെൻഡ് ചെയ്താലും കോൺഗ്രസുകാരിയായി തുടരുമെന്ന് തൃശൂർ കോർപ്പറേഷൻ UDF കൗൺസിലർ ലാലി ജെയിംസ്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. സസ്പെൻഷൻ പിൻവലിക്കാൻ നേതൃത്വത്തെ സമീപിക്കില്ലെന്നും ലാലി ജെയിംസ്. വാർത്തകൾ വിശദമായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ LDFിലെ PP വിജയൻ പ്രസിഡന്റ്. 11 മെമ്പർമാരുടെ പിന്തുണയോടെയാണ് PP വിജയൻ പഞ്ചായത്ത് അധ്യക്ഷനായത്. ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട PP വിജയനാണ് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ PP വിജയന് 11 വോട്ടും UDFിന്റെ സ്ഥാനാർത്ഥി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് 8 വോട്ടും ലഭിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പിൽ 5 വോട്ട് ലഭിച്ച SDPI രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തെങ്കിലും വോട്ടുകൾ അസാധുവാക്കി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് ശേഷം വരണാധികാരി മുമ്പാകെ PP വിജയൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേതാക്കളും പ്രവർത്തകരും ഹാരാർപ്പണം നടത്തി. ഉച്ചയ്ക്ക് 2:30-ക്കാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറി ജയം UDFിന്. തുല്യ മെമ്പറുള്ള LDFും UDFും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർത്തിയ UDF സ്ഥാനാർത്ഥി 20-ാം വാർഡിൽ നിന്നും ജയിച്ച T ഗോപാലകൃഷ്ണന് 13 വോട്ടുകൾ ലഭിച്ചു. LDF സ്ഥാനാർത്ഥിയായ നന്ദകുമാറിന് 11 വോട്ടുകളാണ് ലഭിച്ചത്. LDFിൽ നിന്ന് കൂറുമാറിയ ഒരംഗത്തിന്റെ വോട്ടോടെ UDFിന് 13 വോട്ടുകൾ ലഭിക്കുകയായിരുന്നു. സസ്പെൻഡ് ചെയ്താലും കോൺഗ്രസുകാരിയായി തുടരുമെന്ന് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ലാലി ജെയിംസ്. പണം നൽകാത്തതിനാൽ മേയർ പദവി നിഷേധിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ ആരെയും സമീപിക്കില്ലെന്നും ലാലി ജെയിംസ് പറഞ്ഞു. നടപടിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്ന് ലാലി ജെയിംസ് പ്രതികരിച്ചു. സസ്പെൻഡ് ചെയ്താലും താൻ കോൺഗ്രസുകാരിയായി തുടരും. തിരിച്ചെടുക്കുമെന്നാണ് പ്രതീക്ഷ. തിരിച്ചെടുത്തില്ലെങ്കിലും മരണം വരെ കോൺഗ്രസുകാരിയായി തുടരും. ഇതിന് അംഗത്വം പോലും ആവശ്യമില്ല. CPMലേക്കോ BJPയിലേക്കോ ഇല്ല. നടപടി DCC പ്രസിഡന്റിന്റെ പക്വതയില്ലായ്മയാണെന്നും ലാലി ജെയിംസ് പറഞ്ഞു. കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെയാണ് നടപടി സ്വീകരിച്ചത്. AICCയെയോ KPCCയെയോ സമീപിക്കില്ല. 2 ഘടകങ്ങളും അവർക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ സമീപിച്ചിട്ട് കാര്യമില്ല. താൻ ഉയർത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും പണം നൽകിയെന്നത് പലരും 2 ദിവസം മുമ്പ് പറഞ്ഞതാണെന്നും ലാലി ജെയിംസ് പറഞ്ഞു. പണം നൽകിയതിനാൽ മേയർ പദവി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പലരും പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്നോട് പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു. തൻ്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ പാർട്ടി ഫണ്ട് നൽകാനായില്ല. പാർട്ടി ഫണ്ട് നിജി ജസ്റ്റിൻ നൽകിയിട്ടുണ്ടാകും. തൻ്റെ പ്രതികരണം വൈകാരികമാണ് എന്ന് നേതൃത്വം വിലയിരുത്തിയില്ലെന്നും ലാലി ജെയിംസ് കൂട്ടിച്ചേർത്തു. അത് ആ സസ്പെൻഷൻ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അതിനെതിരെ സംസാരിക്കാനോ എന്തിന് സസ്പെൻഡ് ചെയ്തെന്ന് ചോദിക്കാനൊന്നും ഞാനില്ല. അത് പാർട്ടിയുടെ അവകാശമാണ്. സസ്പെൻഡ് ചെയ്യാം, തിരിച്ചെടുക്കാം ഒക്കെ ആവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ടുകൊണ്ട് പേടിച്ച് അയ്യോ എന്നെ പുറത്താക്കാൻ ഞാൻ ഒരിക്കലും പുറത്തു പോകില്ല. ഞാനാണ് എൻ്റെ തീരുമാനമെടുക്കുന്നത്. ഞാൻ ഈ പാർട്ടിക്കാരിയായി ഇനിയിപ്പോൾ അവർ തിരിച്ചെടുത്താലും ഇല്ലെങ്കിലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വ്യക്തിയായി മരണം വരെ, മരിക്കും വരെ, എൻ്റെ ഓർമ്മ അവശേഷിക്കും വരെ ഈ പാർട്ടിയിൽ തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനുവരി 1 വരെ സെന്റ് തെരേസ് LP സ്കൂളിലാണ് സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ഭദ്രദീപം തെളിയിച്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സണുള്ള ഉപഹാരം ചടങ്ങിൽ സമ്മാനിച്ചു. വാർഡ് കൗൺസിലർ മുഹമ്മദ് ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷാജിദ, MR മുരളി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഡോക്ടർ ജിജി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർ പ്രസന്ന, മറിയ റജി, പ്രിൻസിപ്പാൾ D സിമി, സിസ്റ്റർ മറിയ റജി, കൃഷ്ണപ്രകാശ്, ശ്രീഹരി, ഹരിത, മറിയ ബെല്ല, സിസ്റ്റർ ജസ്റ്റ, രാജി വർഗീസ്, മാത്യു, സൂസി, ധന്യ ലക്ഷ്മണൻ, VS സുദേശ്, കവിതാ ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. അൽഫോൺസ് സെബാസ്റ്റ്യൻ ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് ടൗണിലേക്ക് വിളംബര ഘോഷയാത്രയുമുണ്ടായി.
ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. അത് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ? 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോകുന്നത് ശിശുപാലനിലേക്കാണ്. ശിശുപാലൻ എന്ന് പറഞ്ഞാൽ ശിശും ബാലയതീതി ശിശുപാല. അധിക പേരും ലോകത്തെ ശിശുപാലന്മാരാ. കുടുംബം കുട്ടളും ഇത് മാത്രം, വേറൊരു ചിന്തയില്ല. താൻ എൻ്റെ ഭാര്യ, കുട്ടി, കുട്ടി ഭാര്യ, ഭാര്യ കുട്ടി, സമ്പത്ത്, കുറേ കാശുണ്ടാക്കാൻ ഇങ്ങനെ ഇരിക്കും. ഇതന്നെയാണ് ഏറ്റവും വലിയ സുഖം. പൊട്ടക്കിണറ്റിൽ തവളയെ പോലെ. തവളയുടെ വിചാരം ഏറ്റവും വലിയ സുഖം പാറ്റയെ പിടിക്കുകയെന്ന്. അത് ഈ പൊട്ടക്കിണറിലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല, പരമ്പരയായിട്ട് പൊട്ടക്കിണറിലാണേ. അപ്പോൾ അതിൻ്റെ വിചാരം എന്താ വെച്ചാൽ തന്നെയാണ് രാജധാനി, ഇതിൽ വലുതൊന്നും ഇല്ലയെന്ന്. അത് സമുദ്രം കണ്ടിട്ടില്ല. സമുദ്രം കണ്ടത് ആരാ? ഭാഗവതം വായിച്ചവരാ. അവരാ സമുദ്രം കാണുമ്പോൾ ഈശ്വരൻ എത്ര വിശാലമായിട്ടുള്ളൊരു സമുദ്രം ഇരിക്കുമ്പോൾ ഞാൻ ഇത്രയും കാലം പൊട്ടക്കിണറ്റിൽ കഷ്ടം തന്നെ. കുറച്ച് നേരത്തെ ഈ സമുദ്രത്തിൽ ഇറങ്ങേണ്ടതായിരുന്നു അല്ലേ? അല്ലപ്പോൾ ചിന്തിക്കുന്നത്. സപ്താഹത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നൂറുകണക്കിന് സ്ത്രീകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് തിരുവാതിരക്കളിയും നടന്നു. കോഴിമാമ്പറമ്പ് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴിമന നാരായണൻ നമ്പൂതിരി, സപ്താഹ സ്ഥാപക ട്രസ്റ്റി PC കൃഷ്ണരാജൻ രാജ, ക്ഷേത്രം ഭാരവാഹികളായ C പ്രേമലത, M സുകന്യ, KK ശങ്കരനാരായൺ എന്നിവർ നേതൃത്വം നൽകി. ഷൊർണൂർ മഞ്ഞക്കാട് കോങ്കുന്നത്ത് ബാലഭദ്ര ദേവി ക്ഷേത്രം ശ്രീഭദ്ര മാതൃസമിതി നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മലയ്ക്ക് സ്വീകരണം നൽകി. മാതൃസമിതി സെക്രട്ടറി രാജീവ് പൂച്ചെണ്ട് നൽകി ആദരിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം ക്ഷേത്രാങ്കണത്തിലായിരുന്നു സ്വീകരണ ചടങ്ങ്. ശ്രീഭദ്ര മാതൃസമിതി അംഗങ്ങളും പ്രദേശവാസികളും പങ്കെടുത്തു. ലക്കിടി പേരൂർ കൃഷിഭവന്റെ പരിധിയിലുള്ള കൈപ്പയിൽ പാടശേഖരത്തിൽ ഓലകരിച്ചിലും മഞ്ഞളിപ്പ് രോഗവും വ്യാപകമായതോടെ കർഷകർ കണ്ണീരിലാണ്. ഏകദേശം 45 ദിവസം പ്രായമായ നെൽകൃഷിയിലാണ് രോഗം വ്യാപകമായി ബാധിച്ചിരിക്കുന്നത്. 90 ഏക്കറോളം സ്ഥലത്താണ് രോഗബാധ വ്യാപകമായിരിക്കുന്നത്. ഉൽപാദനം നടക്കുന്ന സമയത്താണ് ഈ രോഗം ബാധിച്ചതിനാൽ വിളവിനെ സാരമായി ബാധിക്കുമെന്ന് കർഷകൻ കൂടിയായ കണ്ണൻ മാഷ് പറഞ്ഞു. കൈപ്പയിൽ പാടശേഖരത്തിൽ മൊത്തമായിട്ട് വ്യാപകമായിട്ട് ഓലകരിച്ചിലും മഞ്ഞളിപ്പും വന്നിട്ടുണ്ട്. ഇത് ഫംഗസിൻ്റെ ബാക്ടീരിയയുടെ ഒക്കെ ആക്രമണം കൊണ്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഏതാണ്ട് നട്ടിട്ട് ഒരു 40-45 ദിവസത്തോളമായിട്ടുണ്ട്. ആ പ്രായത്തിലാണ് വരുന്നത്. ഇപ്പോഴാണ് ഈ നെല്ല് അതിൽ ചെടിയിൽ ഉൽപ്പാദനം പ്രോസസ്സ് നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിളവിനെ അത് കാര്യമായി ബാധിക്കും, ഒരു നല്ലപോലെ ബാധിക്കും. ചെടി വാട്ടം വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതിനുള്ള പ്രത്യേകം ഫംഗസ് കുമിൾനാശിനികളാണ് ഇപ്പോൾ തളിച്ചാലേ അത് രക്ഷപ്പെടുകയുള്ളൂ. ഇത് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ കാണുകയും കൃഷി ഓഫീസറെ കൊണ്ടുവന്ന് പരിശോധിക്കുകയും അവർ ശുപാർശ ചെയ്ത പ്രകാരം കുമിൾനാശിനികൾ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗം കണ്ടപാടെ കൃഷി വകുപ്പിനെ വിവരം ധരിപ്പിക്കുകയും കൃഷി ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കുമിൾനാശിനി അടിക്കാനുള്ള ശ്രമം കർഷകർ ഊർജിതമാക്കിയിട്ടുണ്ട്. മരുന്നടിക്കാൻ 1 ഏക്കറിന് 2000 രൂപയോളം ചെലവ് വരുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. ഏതായാലും കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇക്കാര്യത്തിൽ കർഷകരെ സഹായിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അനധികൃത വെൽഡിംഗ് യൂണിറ്റുകളുടെ പ്രവർത്തനം നിരോധിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 7ഓളം ലൈസൻസുകളെടുത്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന 600ഓളം എഞ്ചിനീയറിംഗ് യൂണിറ്റുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. തൊഴിൽ നികുതി അതുപോലെ തന്നെ പഞ്ചായത്തിലുള്ള പല മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സ്ഥാപനം നടത്തുന്നത്. അതുപോലെ തന്നെ ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ്. കാരണം തൊഴിലാളികളെ സംരക്ഷിക്കണം. പാലക്കാട് ജില്ലയിൽ തന്നെ തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള പല പദ്ധതികളും ഞങ്ങൾ സംഘടനാ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും നമുക്ക് നമ്മുടെ മെമ്പർമാര് നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കാത്ത ഒരു അവസ്ഥ വരികയാണ്. കാരണം ഇന്ന് നമ്മൾ ഇൻഡസ്ട്രിയൽ ഉടമകൾ ചെയ്യുന്ന അതിനേക്കാൾ കൂടുതൽ മെമ്പർമാരെ വെച്ചുകൊണ്ട് മൊബൈൽ ഒരു മാനദണ്ഡവും പാലിക്കാതെ മൊബൈൽ വർക്ക്ഷോപ്പുകാർ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാരണം ഇന്ന് സ്ഥാപനങ്ങൾ പൂട്ടിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് തലത്തിൽ നിന്നുണ്ടായാൽ മാത്രമേ ഞങ്ങളുടെ സംരംഭങ്ങൾ ഇനി ഞങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അനധികൃതമായ എഞ്ചിനീയറിംഗ് വെൽഡിംഗ് യൂണിറ്റുകളും അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും വെൽഡിംഗ് എഞ്ചിനീയറിംഗ് മേഖലയെ തകർക്കുകയാണ്. വെൽഡിങ്ങിന് പകരം റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ വരുന്നതും പ്രതിസന്ധിയായി മാറി. അസംസ്കൃത വസ്തുക്കളുടെ വിതരണവും വിൽപ്പനയും സർക്കാർ മേഖലയിലാക്കുന്നത് സർക്കാരിന് വരുമാനവും വിലക്കുറവും ഉറപ്പാക്കും. സെപ്റ്റംബർ 29 ആലത്തൂരിൽ നടക്കുന്ന കൺവെൻഷന് ശേഷം
മേഖലയുടെ സംരക്ഷണം ഉന്നയിച്ച് വിവിധ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി ജി സുധീർ, പ്രസിഡന്റ് പ്രസാദ് വർഗീസ്, ട്രഷറർ പ്രഭാകരൻ, ശശി ആലത്തൂർ, ഷിജു, ബാലൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSFE ഷൊർണൂർ ശാഖയുടെ നേതൃത്വത്തിൽ കസ്റ്റമർ മീറ്റ് 2025 സംഘടിപ്പിച്ചു. ഗുണഭോക്താക്കളുടെ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവെക്കുന്നതിനായിരുന്നു ഇത്തരത്തിലുള്ള മീറ്റ് സംഘടിപ്പിച്ചത്. തോൽപ്പാവക്കൂത്ത് ആചാര്യൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രധാനപ്പെട്ട പങ്കാളിത്തം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് തന്നെയാണ്, യാതൊരു സംശയമില്ല. എന്നെ പത്മശ്രീ വരെ എത്തിച്ചത് കൂടി പ്രധാനമായ ഒരു ഭാഗം കൂടി KFC ഉണ്ടായി. എന്നെയല്ല, എൻ്റെ കലയെ. കാരണം കുടുംബത്തിൽ ഞാൻ ഒരു വീടില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 1998 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം അതുപോലെ തന്നെ ഇനി 1 കോടി എത്തണം, ഞാൻ അപ്പുറം പോകണം എന്നെല്ലാമുള്ള പറയുന്ന കേൾക്കും. അതെല്ലാം തീർച്ചയായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് വീടുകളിൽ പോവാതെ തന്നെ എല്ലാവരും KSFE ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. 56 വർഷം പിന്നിടുന്ന KSFE, ഈ നാടിന്റെ ധൈര്യം KSFE എന്ന മുദ്രാവാക്യം കേരള ജനത ഏറ്റെടുത്തതോടെ 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് എന്ന സുപ്രധാന നേട്ടം കൈവരിക്കാൻ KSFEക്ക് കഴിഞ്ഞു. ഉപഭോക്താക്കളുടെ കൂടുതൽ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നതിനായാണ് KSFE കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പാലക്കാട് മേഖലാ കാര്യാലയം സീനിയർ മാനേജർ VH മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ഇടപാടുകാരുടെ പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഷൊർണൂർ ശാഖാ മാനേജർ MP സുരേഷ് ബാബു സ്വാഗതവും ഡെപ്യൂട്ടി മാനേജർ MP സുധ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആത്മീയ സംഘടനയായ ഇസ്കോണിന്റെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മാർച്ചിൽ തറക്കല്ലിടും. ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രചരണവും ഫണ്ട് സ്വരൂപിക്കലും ലക്ഷ്യമിട്ട് ഡിസംബർ 28-ന് പാലക്കാട്ട് ലോഞ്ചിംഗ് സെറമണി നടത്തുമെന്ന് ഇസ്കോൺ പ്രസിഡന്റ് മുരളി ഗോവിന്ദദാസ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇസ്കോണിന്റെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മാർച്ചിൽ തറക്കല്ലിടും. പിരായിരി കണ്ണുകോട്ട് ക്ഷേത്രത്തിന് സമീപം 10 കോടി രൂപ ചെലവിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. 4 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുന്ന ക്ഷേത്രത്തിൽ തിയേറ്റർ, താമസം ഉൾപ്പെടെ ആത്മീയത സാർത്ഥകമാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. ഓരോ വർഷവും 500 വീടുകളിൽ ഭഗവത്ഗീത എത്തിച്ച് കൃഷ്ണോപദേശം പഠിപ്പിക്കുന്ന സൗജന്യ പദ്ധതിക്കും 28-ന് തുടക്കം കുറിക്കും. മൂത്താൻതറ കണ്ണകിയമ്മൻ ക്ഷേത്ര പരിസരത്തെ 500 വീടുകളാണ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജനിമൃതികളില്ലാത്ത ശാശ്വതവും ആനന്ദകരവും അനുഗ്രഹപൂർണവുമായ ജീവിതമാണ് ഇസ്കോൺ ലക്ഷ്യമിടുന്നതെന്നും മുരളി ഗോവിന്ദദാസ് പറഞ്ഞു. ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ തറക്കല്ലിടുന്ന ചടങ്ങ് വരുന്ന മാർച്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഡേറ്റും കൂടെ മാക്സിമം നമ്മൾ ഈ ദിവസം ഞായറാഴ്ച നമ്മൾ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ അന്ന് തന്നെ 2ാമത് കാര്യപരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂത്താന്തറയിൽ കണ്ണകിയമ്മൻ ക്ഷേത്രത്തിൽ നമ്മൾ നേരത്തെ തന്നെ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഗീതാ ജയന്തിയോടനുബന്ധിച്ച് നമ്മൾ ഗീതാഗ്രാമം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർഷം നമ്മൾ ഓരോ ഗീതാഗ്രാമം 500-ലധികം വീടുകൾക്ക് ഭഗവത്ഗീത ദാനമായി കൊടുത്തവരെ ഗീത പഠിപ്പിക്കുന്ന പദ്ധതിയാണ്. അതിൽ 1ഉം 2ഉം പദ്ധതികൾ കഴിഞ്ഞ 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വർഷം നമ്മൾ 25-ല് തിരഞ്ഞെടുത്ത ഗ്രാമം മൂത്താന്തര ഗ്രാമമാണ്. അതിൽ നമ്മൾ 500 വീടുകൾ കണ്ണകിയമ്മൻ ക്ഷേത്രമായിട്ട് അനുബന്ധിച്ചുള്ള വീടുകളിൽ 500 വീടുകളിൽ സന്ദർശനം നടത്തി അവരെ ഈ പരിപാടിയിലേക്ക് അംഗമാക്കിയിട്ടുണ്ട്. ഗോകുലപതി ഗോവിന്ദദാസ്, മനോജിത മധുസൂദനദാസ്, ഡോക്ടർ കൃഷ്ണപ്രിയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. ഓങ്ങല്ലൂരിൽ LDF-ലെ PP വിജയൻ പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം. ചേലക്കരയിൽ UDF-ന് അട്ടിമറി ജയം. സസ്പെൻഡ് ചെയ്താലും കോൺഗ്രസുകാരിയായി തുടരുമെന്ന് തൃശൂർ കോർപ്പറേഷൻ UDF കൗൺസിലർ ലാലി ജെയിംസ്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. സസ്പെൻഷൻ പിൻവലിക്കാൻ നേതൃത്വത്തെ സമീപിക്കില്ലെന്നും ലാലി ജെയിംസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.